ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടോക്ക് സ്പോർട്സ് വിത്ത് അജ്വൽ. ഇന്ന് ചാമ്പ്യൻസ് ലീഗ് വിശേഷങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇനി ചാമ്പ്യൻസ് ലീഗ് ആവേശങ്ങളുടെ രാത്രിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ മത്സരങ്ങളിൽ 5-ാം തീയതി നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റിയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടത്തിനെ സംബന്ധിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ സാന്റിയാഗോ ബെർണബ്യൂവിലാണ് മത്സരം. തൊട്ട് കഴിഞ്ഞ ലലീഗ മത്സരത്തിൽ ബെറ്റിസുമായി ഉണ്ടായ ഒരു പരാജയത്തിന്റെ വലിയ നിരാശയിലാണ് റയൽ മാഡ്രിഡ് ആരാധകർ. ഒപ്പം റയൽ മാഡ്രിഡ് മറുഭാഗത്ത് അതേ ദിവസം തന്നെ വിജയിച്ചു കടന്നു വരുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കും എത്തുക. ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ഥിതി. ഇനി ലലീഗിലെ അവരുടെ കഴിഞ്ഞ 5 മത്സരങ്ങളിലെ ആ ഫോം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവസാന 5 ലലീഗ മത്സരങ്ങളിൽ ഒരേ ഒരു വിജയം മാത്രമാണ് റയൽ മാഡ്രിഡിന് ഉള്ളതെന്ന് ആലോചിക്കുക. 2 സമനിലകളും 2 പരാജയവുമാണ് ശേഷിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ച് അതല്ല സ്ഥിതി. അത്ലറ്റിക്കോ മാഡ്രിഡ് 3 വിജയവും 2 സമനിലയുമാണ് അവസാന 5 ലലീഗ മത്സരങ്ങളിൽ. അതായത് ഒരു പരാജയം പോലും സംഭവിച്ചിട്ടില്ല അത്ലറ്റിക്കോ മാഡ്രിഡിന്. സോ അത്രയേറെ ഫോമിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇനി ഇത് മാത്രമല്ല കാര്യങ്ങൾ, ഗോൾ വഴങ്ങുന്ന കാര്യത്തിൽ ഏറെ മടി കാണിക്കുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ നിര. 26 മത്സരങ്ങളിൽ കേവലം 16 ഗോളുകൾ മാത്രമാണ് ലലീഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇതുവരെ വഴങ്ങിയിട്ടുള്ളതെന്ന് ആലോചിക്കുക. സോ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റ നിര എത്രമാത്രം ബുദ്ധിമുട്ടും എന്നുള്ളതാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതൊന്നും കൊണ്ട് തീരുന്നില്ല റയൽ മാഡ്രിഡിന്റെ പ്രതിസന്ധി. എത്രയോ ഇമ്പോർട്ടൻ്റ് ആയ താരങ്ങളുടെ ഒരു അഭാവം വരികയാണ്. നമുക്കറിയാം, ജൂഡ് ബെല്ലിംഗ്ഹാം സസ്പെൻഷനിലാണ്. അതോടൊപ്പം വാൽവേർഡയുടെ അഭാവം ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. വാൽവേർഡെ തിരിച്ചു വരുമോ എന്നുള്ളത്. വാൽവേർഡെ തിരിച്ചു വരുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിനെ റൈറ്റ് ഫുൾ ബാക്കിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതുവരെയും അതിന്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരാത്തിടത്തോളം നമ്മൾ ഒരല്പം പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ പറയാം. സോ ഇതൊക്കെയാണ് റയൽ മാഡ്രിഡിന്റെ നിലവിലെ പ്രതിസന്ധികൾ. മറുഭാഗത്ത് നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് നോക്കിയാൽ അത്ര വലിയ കാര്യമായ താരങ്ങൾക്കൊന്നും ഒരു ഇഞ്ചുറി കൺസേൺ ഇല്ല. അവരുടെ എല്ലാ വേണ്ടപ്പെട്ട താരങ്ങളുടെയും ഒരു അവൈലബിലിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡിന് ഉണ്ട് എന്ന് കൂടി പറയട്ടെ. ഇനി നമുക്ക് ജൂലിയൻ അൽവാരസിന്റെ ഒരു ഫോം കൂടി പറയണം. ജൂലിയൻ അൽവാരസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കണക്കുകൾ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം വളരെ മികച്ച ഫോമിൽ തന്നെയാണ് ഈ സീസൺ തുടരുന്നതെന്ന് എടുത്തു പറയട്ടെ. അതിൽ 6 ഗോളുകൾ 8 മത്സരങ്ങളിൽ ചാമ്പ്യൻസ് ലീഗിൽ നേടി നല്ല ഫോം ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ നിലനിർത്തുന്നുണ്ട് ജൂലിയൻ അൽവാരസ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. സോ ഒരു ഭാഗത്ത് ജൂലിയൻ അൽവാരസ്, മറുഭാഗത്ത് റോഡ്രിഗോ ഡി പോൾ. അദ്ദേഹവും വളരെ ഇമ്പോർട്ടൻ്റ് റോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നിർവഹിക്കാൻ പോകുന്ന ഒരു മത്സരം കൂടിയാകും ഇത്. മറുഭാഗത്താണ് നമുക്ക് വേണ്ടി ആ റോൾ ചെയ്യേണ്ട, റയൽ മാഡ്രിഡിന് വേണ്ടി ആ റോൾ ചെയ്യേണ്ട ജൂഡ് ബെല്ലിംഗ്ഹാം, വാൽവേർഡെ തുടങ്ങിയ താരങ്ങളുടെ അഭാവം ഒരു ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് കൂടി എടുത്തു പറയട്ടെ. മിലിറ്റാവോയുടെ അഭാവമുണ്ട്, സെബലോസിന്റെ അഭാവമുണ്ട്. സോ ഇവരൊക്കെ ഇപ്പോഴും ഒരു സ്ഥിരീകരണം എന്നെത്തും എന്നുള്ളതിനെ പറ്റി ഇല്ല എന്നുള്ളതാണ്. സസ്പെൻഷനിൽ ജൂഡ് കൂടി ഈ മത്സരത്തിൽ നഷ്ടമാകുന്നു എന്നതാണ് പ്രത്യേകത. ഇനി ഒരു പ്രെഡിക്റ്റഡ് 11 നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് ടീമുകളുടെയും. റയൽ മാഡ്രിഡിന്റെ ആദ്യ 11 എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്, കോട്ടുവ ഒബ്വിയസ്ലി ഗോൾ വലയിൽ ഉണ്ടാകും. റൈറ്റ് ഫുൾ ബാക്കിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു വാൽവേർഡെ തിരിച്ചെത്തും എന്നുള്ളത്. ഇടത് ഫുൾ ബാക്കിൽ മെൻഡി തന്നെയാവും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ റൂഡിഗറും അസെൻസിയോയും ഉണ്ടാകണം. മിഡ്ഫീൽഡിൽ കാമാവിംഗ, ഷുവാമെനി. അല്പം ഷെയ്ക്കിയാണ് കാമാവിംഗ. അത് എന്താകും തീരുമാനം എന്നുള്ളത് മത്സര ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും കാമാവിംഗ, ഷുവാമെനി മധ്യനിര ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടത് വിങ്ങിൽ വിനീഷ്യസ്. ജാനുവരി മുതലേ വിനീഷ്യസിന് ഒരു ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സോ വിനീഷ്യസിന്റെ ഫോം വളരെ നിർണായകമാകും ഈ ഒരു നിർണായക മത്സരത്തിൽ. റൈറ്റിൽ റോഡ്രിഗോയെ പ്രതീക്ഷിക്കാം. മുന്നിൽ ഒബ്വിയസ്ലി എംബാപ്പയുടെ ഫോമാണ് റയൽ മാഡ്രിഡിന്റെ ഏക പ്രതീക്ഷ. എംബാപ്പയിൽ നിന്നും ഗോൾ നേട്ടത്തിലേക്ക് ആദ്യം തന്നെ റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണബ്യൂവിൽ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. സോ ഇതാണ് റയൽ മാഡ്രിഡിന്റെ ഒരു ആദ്യ 11 പ്രഡിക്ഷൻ. ഇനി മറുഭാഗത്ത് നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആദ്യ 11 കൂടി നോക്കാം. ഗോൾ വലയിൽ ഒബ്ലാക്ക്, സെൻട്രൽ ബാക്കിൽ നമുക്ക് ലെങ്ലേറ്റ് ആൻഡ് നോമാനിനെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇടത് ഫുൾ ബാക്കിൽ നമുക്ക് ഗാലൻ, ലോറന്റെ റൈറ്റ് ഫുൾ ബാക്കിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പാബ്ലോയും ഡീപോളുമായിരിക്കും മിഡ്ഫീൽഡ് നിയന്ത്രിക്കുക. ലിനോ, സിമിയോൻ ഇടത് വലത്
വിങ്ങുകൾ കളിക്കും. അതോടൊപ്പം ആൽവാരസും ഗ്രീസ്മാനും മുന്നിൽ. ഇതാണ് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആദ്യ 11. സോ സാന്റിയാഗോ ബെർണബോയിൽ എന്താകും കാര്യങ്ങളെന്ന് കണ്ടിട്ട് നമുക്ക് പോസ്റ്റ് മാച്ച് റിവ്യൂവുമായി കടന്നു വരാം. സോ ഇതൊക്കെയാണ് പ്രീ മാച്ചായി പറയുവാനുള്ളത്. നിങ്ങളുടെ പ്രഡിക്ഷൻ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദാറ്റ്, സൈനിങ് ഓഫ്. ദിസ് ഈസ് അജു ജോൺ തോമസ്. താങ്ക് യു.